ഹായ്. സോ നമ്മൾ എന്താണ് വെബ് ആപ്ലിക്കേഷൻ എന്നത് ആദ്യം നോക്കാം. സോ വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആമസോൺ കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ്. ആമസോൺ ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്. അത് വെബിൽ ഉള്ളൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആക്സസിബിൾ ത്രൂ വെബ്. അതാണ് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് വെബ്സൈറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു എൻ്റയർ ആപ്ലിക്കേഷൻ, അതായത് അതായത് വെബ്സൈറ്റ് എന്ന് പറയുന്നതും വെബ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്. അതായത് വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ് റെൻഡർ ചെയ്യുന്നതാകാം. ഓക്കെ, പക്ഷെ ഒരു വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ നോർമലി വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയാം. സോ ഇൻ സം സിനാരിയോസ് നമ്മൾ വെബ്സൈറ്റിനെയും വെബ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയാം, പക്ഷേ നോർമലി ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് വെബ് ആപ്ലിക്കേഷനെയാണ് നമ്മൾ വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയാം. ക്ലൗഡിൽ അല്ലെങ്കിൽ വെബിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള വെബ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്, അതായത് നെറ്റ് വഴി നമ്മൾ ബ്രൗസർ വഴി ആക്സസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ വെബ് ആപ്ലിക്കേഷൻസ് എന്ന് പറയാം. ഓക്കെ, സോ ആമസോൺ എന്ന് പറയുന്നത് നമ്മൾ വെബ് വഴി ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രോം വഴി ബ്രൗസർ വഴി ആക്സസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആമസോൺ എന്ന് പറയുന്നത്. അത് ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആപ്ലിക്കേഷൻ ആണെന്ന് പറയാൻ കാരണം നമുക്ക് ലോഗിൻ ചെയ്യാം, നമുക്ക് നമ്മുടെ ഐറ്റംസ് അതിലേക്ക് ആഡ് ചെയ്യാം, ആൻഡ് നമുക്ക് പിന്നീട് വന്നിട്ട്, അതായത് ഇത് ക്ലോസ് ചെയ്തിട്ട് പിന്നീട് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐറ്റംസ് അവിടെ ഉണ്ടാകാം, നമ്മുടെ ഡാറ്റ അവിടെ സേവ് ചെയ്യുന്നുണ്ടാവും, ആൻഡ് നമുക്ക് കുറച്ച് ലോജിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ആൻഡ് ഓർഡർ ചെയ്യാം, റിട്ടേൺ ചെയ്യാം, അതിലുള്ള കുറേ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് നമുക്ക് ആമസോണിലുണ്ട്. ഓക്കെ, അതുപോലെ നെറ്റ്ഫ്ലിക്സ്. സോ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് വേറൊരു വെബ് ആപ്ലിക്കേഷനാണ്. ഇതെന്തിനാണ് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് വീഡിയോ സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫിലിംസ് കാണാൻ അല്ലെങ്കിൽ സീരീസ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത്. അതിലും നമുക്ക് ലോഗിൻ ചെയ്യാം, ആൻഡ് നമുക്ക് സീരീസ് ഓഫ് വീഡിയോസ് സെർച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, ആൻഡ് സേവ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, അതൊരു കൈൻഡ് ഓഫ് വെബ് ആപ്ലിക്കേഷനാണ്. ഇനി അല്ലാതെ ജിമെയിൽ എന്ന് പറയുന്ന വേറൊരു വെബ് ആപ്ലിക്കേഷനാണ്. അതും നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ് ജിമെയിൽ എന്ന് പറയുന്നത്. അതുപോലെ ഇഷ്ടംപോലെ വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന് ഇങ്ങനെ നമുക്ക് വെബ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ക്രോം അല്ലെങ്കിൽ അതുപോലുള്ള ടൂൾസ് വഴി ബ്രൗസേഴ്സ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസിന് നമ്മൾ പൊതുവെ വെബ് ആപ്ലിക്കേഷൻസ് എന്നാണ് പറയുക. വെബ് ആപ്ലിക്കേഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ യൂസർക്ക് ഈ വെബ് ആപ്ലിക്കേഷനിലേക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ മൗസ് വെച്ചിട്ടോ ബട്ടൺ ക്ലിക്സ് ഇതൊക്കെയാണ് ഇന്ററാക്റ്റീവ് എലമെന്റ്സ്. അതായത് ടെക്സ്റ്റ് ഫീൽഡ്, ബട്ടൺസ്, അതുപോലുള്ള കുറച്ച് ഇന്ററാക്റ്റീവ് എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്വൈപ്പ് ചെയ്യാം, ഡിവൈസിനനുസരിച്ച് ചില ഡിവൈസ് നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റും, ആൻഡ് നമുക്ക് ടൈപ്പ് ചെയ്യാം, എൻ്റർ അടിക്കാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെബ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ആമസോണിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഐറ്റത്തിന്റെ ഡീറ്റെയിൽ വരും, ആൻഡ് എഗൈൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഫർദർ ആപ്ലിക്കേഷൻ പ്രൊഡക്റ്റിന്റെ പേജിലേക്ക് പോകും, ആൻഡ് നമുക്ക് പ്രൈസ് കാണണമെങ്കിൽ പ്രൈസ് കാണാം, ആൻഡ് ഇവിടെ ആഡ് ടു കാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മുടെ കാർട്ടിലേക്ക് ഇത് ആഡ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ഈ വെബ് ആപ്ലിക്കേഷനായിട്ട്. ആൻഡ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പം എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു യൂസർ ഇന്ററാക്ഷൻ പാർട്ടാണ്, യൂസർ ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, അതാണ് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. യൂസറായ എനിക്ക് ഈ വെബ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു യൂസർ ഇന്റർഫേസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, യൂസർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ്. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അലോ ചെയ്തിട്ടുള്ള എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. അതായത് നമുക്കിവിടെ ബട്ടൺ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ സെർച്ച് ബോക്സ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതാണ് യൂസർ ഇന്റർഫേസ്. പക്ഷേ ഇതിന് ബിഹൈൻഡ് ദ സ്ക്രീൻ, അതായത് നമ്മൾ കാണാത്തൊരു പാർട്ട് ഉണ്ട് അല്ലെ? അതെന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ മുന്നിലേക്ക് ഈ ഡാറ്റ വരുന്നത്. അതായത് നമ്മൾ വാച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വാച്ചിന്റെ ഇമേജ് വരുന്നുണ്ട്, വാച്ചിന്റെ ഡിസ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്, പ്രൈസ് വരുന്നുണ്ട്. ഇതൊക്കെ വേറെ എവിടെയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡാറ്റ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ അടുത്തേക്ക് ലോഡ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബിഹൈൻഡ് ദ സ്ക്രീൻ വേറൊരു ആപ്ലിക്കേഷൻ കൂടെ റൺ ചെയ്യുന്നുണ്ട് അല്ലെ? അത് ബിഹൈൻഡ് ദ സ്ക്രീൻ എന്തോ നടക്കുന്നുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്നത് ബാക്ക് എൻഡ് പാർട്ടാണ്. നമ്മൾ കാണുന്നത് യൂസർ ഇന്റർഫേസ് ഉണ്ട്, ആൻഡ് അത് കൂടാതെ ബാക്ക് എൻഡിൽ നമ്മുടെ ലോജിക്കും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ഒരു ബാക്ക് എൻഡ് പാർട്ട് ഉണ്ട്. ഓക്കെ, ആൻഡ് അവിടെ നിന്നാണ് നമുക്ക് ഡാറ്റ വരുന്നത്. ആൻഡ് ഡാറ്റ വരുന്നതും നമ്മുടെ ക്ലിക്കിനനുസരിച്ചുള്ള ആക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതും അവിടെ നിന്നാണ്. ആൻഡ് അത് കൂടാതെ ഈ ഡാറ്റ എല്ലാം സേവ് ചെയ്ത് വെക്കുന്ന ഒരു ഡാറ്റ സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഡാറ്റാബേസിനെ കുറിച്ച് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ പൊതുവെ ഇതുപോലുള്ള വെബ് ആപ്ലിക്കേഷൻസ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റാബേസിലാണ്. ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസ് ഉണ്ട്, ഒരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, ആൻഡ് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് കൂടാതെ ആമസോണോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ
ആർക്കിടെക്ചർ ഭയങ്കര കോംപ്ലക്സ് ആണ്, കുറേ മൈക്രോ സർവീസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും വിചാരിക്കുക, ഒരു ഫ്രണ്ട് എൻഡ് പാർട്ട് ഉണ്ട്, ഒരു ബാക്ക് എൻഡ് പാർട്ട് ഉണ്ട്, ഒരു ഡാറ്റാബേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. സോ നമ്മുടെ ബ്രൗസർ, ഇതാണ് നമ്മുടെ ബ്രൗസർ എന്ന് പറയുന്നത്. സോ ബ്രൗസർ ഞാൻ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ക്രോം എന്നുള്ളത് മെൻഷൻ ചെയ്യാം. സോ ക്രോമുമായിട്ട് ഞാൻ ആസ് എ യൂസർ ഞാൻ ഇൻട്രാക്ട് ചെയ്യാണ് അല്ലേ. സോ യൂസറായിട്ടുള്ള ഞാൻ ക്രോമിലാണ് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത്. എനിക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ബ്രൗസറിൽ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാം. അത് മൗസ് ക്ലിക്ക് ആകാം, അല്ലെങ്കിൽ സെർച്ച് ആകാം, ടൈപ്പിംഗ് ആവാം. ആ ഇൻട്രാക്ഷൻസ് ഒക്കെയാണ് എനിക്കിവിടെ ചെയ്യാൻ പറ്റുക. സേ ഇൻട്രാക്ഷൻസ് എന്തൊക്കെയാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് എനിക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, എനിക്ക് ആസ് എ യൂസർ എനിക്കിവിടെ എന്തെങ്കിലും ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് അതിനുശേഷം ഈ ബ്രൗസർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് അതാണ് നമ്മുടെ ബിസിനസ് ലോജിക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ തന്നെ കൊടുക്കാം. ആൻഡ് നമുക്കൊരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് എൻഡിൽ ആവശ്യമുള്ള, അതായത് ഫ്രണ്ട് എൻഡിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ലോഡ് ചെയ്തു വരുന്നത് ഈ ബാക്ക് എൻഡ് ആപ്ലിക്കേഷനാണ്. ആൻഡ് അത് കൂടാതെ നമുക്കുള്ളത് ഡാറ്റാബേസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഡാറ്റാബേസ്, ഈ ഡാറ്റാബേസ് എന്ത് ടൈപ്പ് ഡാറ്റാബേസ് ആണ്, എന്തൊക്കെ ആവുക എന്നുള്ളത് നമുക്ക് പിന്നീട് വരാം. പക്ഷേ ഡാറ്റാബേസ് ഉണ്ടാവും. ഒരു സിമ്പിൾ ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷനിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, ആൻഡ് ഈ ബ്രൗസർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ റിക്വസ്റ്റ് എന്താണെന്നുള്ളത് നമ്മുടെ ഈ ബാക്ക് എൻഡ് ആപ്ലിക്കേഷനിലേക്ക് സെൻഡ് ചെയ്യും. ആൻഡ് ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ വരുന്ന റിക്വസ്റ്റ് എന്താണോ യൂസർ ചോദിക്കുന്നത്, സേ ഞാനിവിടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ക്ലിക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് മുന്നത്തെ പേജിൽ ഞാനിത് ക്ലോസ് ചെയ്യാം. ആൻഡ് ഇവിടെയുള്ള പേജിൽ ഇവിടെ നിന്ന് ഞാനിത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് URL നോക്കിയാൽ കാണാം. ഞാൻ ഇവിടെ ട്രൈ ചെയ്യാൻ നോക്കുന്നത് ഈ ബ്ലൂടൂത്ത് വാച്ചിൻ്റെ ഡീറ്റെയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അപ്പം സെർവറിലേക്ക് റിക്വസ്റ്റ് പോകുന്നത് വ്യൂ ഡീറ്റെയിൽസ് ഓഫ് എ വാച്ചിന്റെ പേരും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ബാക്കിലേക്ക് വരുന്നത്. ബാക്കിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഏത് വാച്ചാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് അതിന്റെ ഡീറ്റെയിൽസ് DBയിൽ നിന്ന് ഫെച്ച് ചെയ്യണം. സോ ഇതാദ്യം DBയിലേക്ക് പോകും. DBയിൽ പോയിട്ട് ആ വാച്ചിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ആൻഡ് ആ വാച്ചിന്റെ ഡീറ്റെയിൽസ് DBയിൽ നിന്ന് കിട്ടും. ആൻഡ് ഇത് തിരിച്ച് ബാക്കിലേക്ക് തിരിച്ചു വരുന്നു. ആൻഡ് ഈ കിട്ടുന്ന ഡീറ്റെയിൽ നമുക്ക് റെൻഡർ ചെയ്യാവുന്ന രീതിയിൽ, അതായത് നമുക്ക് ഇവിടെ റെൻഡർ ചെയ്യാവുന്ന രീതി എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ കാണിക്കേണ്ട UIയിലേക്ക് കാണിക്കേണ്ട രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇത് HTML പേജാണ്, HTML പേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ബാക്ക് എൻഡ് പാർട്ട് എന്താ വെച്ചാൽ HTML പേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ HTML പേജാണ് നമുക്കിവിടെ തിരിച്ചു കൊടുക്കുക. ഓക്കെ, അത് നമുക്ക് തിരിച്ചു കിട്ടുന്നത് HTML പേജാണ്. കാരണം ബ്രൗസറിന് ഒരു ഡാറ്റ റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു HTML പേജ് ആണെങ്കിലാണ് അത് റെൻഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് HTML പേജാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ വ്യൂ പേജ് സോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു HTML പേജാണ്. ഓക്കെ, ഫുള്ളി HTML പേജാണ്. ഈ ഡാറ്റയാണ് നമുക്ക് സെർവറിൽ നിന്ന് വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് വാച്ചിന്റെ ഡീറ്റെയിൽ കാണാനാണ്. ആൻഡ് സെർവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, റിക്വസ്റ്റിനനുസരിച്ചുള്ള HTML പേജ് ഫ്രണ്ട് എൻഡിലേക്ക് കൊടുക്കും. ആൻഡ് ഫ്രണ്ട് എൻഡ് എന്ന് വെച്ചാൽ ആ HTML പേജ് റെൻഡർ ചെയ്യും. റെൻഡർ എന്ന് വെച്ചാൽ നമുക്ക് യൂസർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, യൂസർക്ക് HTML പേജ് മനസ്സിലാവില്ലല്ലോ, യൂസർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബ്രൗസർ അതിനെ റെൻഡർ ചെയ്യും. നമുക്ക് വിഷ്വലൈസ് ഒക്കെ ചെയ്തിട്ട് കാണിച്ചു തരും. പിക്ചറിന്റെ URL ഉള്ളതിനെ മാറ്റിയിട്ട് ആക്ച്വൽ പിക്ചർ കാണിച്ചു തരും. ഓക്കെ, ആൻഡ് ഈ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ HTML എങ്ങനെയാണോ ഉള്ളത്, അത് HTML ഫോർമാറ്റ്, ഇത് ബോൾഡ് ആക്കിയിട്ട് കൊടുക്കണമെങ്കിൽ ബോൾഡ് ആയിട്ട് കൊടുത്തിട്ട്, ആൻഡ് ഇവിടെ കളർ ചേഞ്ച് വേണമെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ കൊടുത്തിട്ട് ഫ്രണ്ട് എൻഡിൽ കാണിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ ആസ് എ യൂസർ നമ്മൾ ഡാറ്റ കാണുന്നത്. ഓക്കെ, അപ്പോൾ സോ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ എന്താണ് ഉള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ആൻഡ് ഡാറ്റാബേസ് എന്താണ് ബ്രൗസറിലേക്ക് വരുന്നത്, ബ്രൗസർ എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ബ്രൗസർ പൊതുവേ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പേജിന് URL ആയിരിക്കാം. ഓക്കെ, അതായത് URL ആയിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ആ URL കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാക്കിൽ എന്താ വെച്ചാൽ URL റീഡ് ചെയ്യുക. URL എന്ന് വെച്ചാൽ എന്താണ്,
യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അതായത് ഈ ബ്രൗസറിൽ കാണുന്ന ഈ പാത്തിനെയാണ് URL എന്ന് പറയാം, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നമ്മുടെ ഈ വാച്ചിനെ ഒരു റിസോഴ്സ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ റിസോഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രിങ്, അതായത് ഒരു ക്യാരക്ടർ സീരീസ് ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഈ URL കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാച്ചിനെയാണ് ഈ യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. ആൻഡ് ആ വാച്ചിന്റെ ഡീറ്റെയിൽസ് ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കും. ഓക്കെ, അത് HTML ആയിട്ട് കൊടുക്കും. ബ്രൗസർ എന്ത് ചെയ്യും, അത് റെൻഡർ ചെയ്യും. അങ്ങനെയാണ് ഒരു വെബ് ആപ്ലിക്കേഷൻ ഈ കേസിൽ റെൻഡർ ആവുന്നത്. ആൻഡ് ചില കേസിൽ HTML ആയിരിക്കില്ല, വേറെ ഫോർമാറ്റിലുള്ള ഡാറ്റ ആയിരിക്കാം റെൻഡർ ചെയ്യുന്നത്. ചില കേസിൽ XML ആയിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, എന്നാൽ XML സെൻഡ് ചെയ്ത് കൊടുക്കും. ചില കേസിൽ JSON ആയിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, ആൻഡ് ആ കേസിൽ JSON ആയിരിക്കും ബാക്ക് എൻഡ് റിട്ടേൺ ചെയ്ത് കൊടുക്കുക. അതായത് യൂസർക്ക് എന്താണോ ആവശ്യം ആ രീതിയിലുള്ള ഡാറ്റ ആയിരിക്കും ബാക്ക് എൻഡ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അത് ഇന്ററാക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ കിട്ടുന്ന ഡാറ്റയുടെ ഫോർമാറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് ബാക്ക് എൻഡിൽ തന്നെ ഇതെങ്ങനെയാണ് ഇത് മൊത്തത്തിൽ ഒരു റിക്വസ്റ്റ് വന്നാൽ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, പൊതുവെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ആർക്കിടെക്ചർ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് വ്യൂ പാർട്ട്. ഓക്കെ, വ്യൂ പാർട്ട്. ആൻഡ് വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് സ്ലോയാണ്, കൺട്രോളർ പാർട്ട്. ആൻഡ് വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് മോഡൽ പാർട്ട്. ഓക്കെ, സോ ഇത് 3 എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ഞാനിപ്പോൾ പറഞ്ഞത് തൊട്ട് മുന്നേ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലേ, ബാക്ക് ആപ്ലിക്കേഷൻ, ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ ആമസോൺ എന്നുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന യൂസേഴ്സ് ഉണ്ടാവും. യൂസേഴ്സ് നമ്മുടെ UI വഴിയാണ് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, UI വഴിയാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ HTML പേജാണ് അവർക്ക് വേണ്ടതെങ്കിൽ HTMLക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ, അതാണ് വ്യൂ പാർട്ട്. അതായത് എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ വിഷ്വലൈസ് ചെയ്യേണ്ടത്, അതാണ് വ്യൂ പാർട്ട്. ഓക്കെ, സോ നമ്മൾ യൂസർ റിക്വസ്റ്റ് ചെയ്യുന്ന കേസിൽ യൂസർ റിക്വസ്റ്റ് ചെയ്യുന്ന കേസിൽ യൂസർ ബ്രൗസർ ആക്സസ് ചെയ്യും. ആൻഡ് ബ്രൗസറിലാണ് നമ്മുടെ ഇനീഷ്യലി ഉള്ള എന്തെങ്കിലും UI ഉണ്ടെങ്കിൽ UI ഉണ്ടാവുക. സോ ഈ ബ്രൗസർ വ്യൂ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. ആൻഡ് വ്യൂവിൽ നിന്ന് അല്ലെങ്കിൽ ബ്രൗസറിൽ നിന്ന് ഡയറക്റ്റ് ആവാം, അല്ലെങ്കിൽ വ്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക് എൻഡിലേക്ക് ഒരു കോൾ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ URL ആയിരിക്കും കോൾ ചെയ്യുന്നുണ്ടാവുക. URL കോൾ ചെയ്താൽ ബാക്ക് എൻഡിൽ ആരാണ് റിസീവ് ചെയ്യുന്നത്? ഓക്കെ, എല്ലാ റിക്വസ്റ്റും പൊതുവെ റിസീവ് ചെയ്യുക കൺട്രോളറാണ്. അതായത് കൺട്രോളറിലേക്കാണ് ഇൻപുട്ട് റിക്വസ്റ്റ് വരിക. അത് വ്യൂവിൽ നിന്നാവാം, അല്ലെങ്കിൽ ബ്രൗസറിൽ നിന്ന് ഡയറക്റ്റ് ആവാം. ഓക്കെ, സോ ഈ രണ്ട് നമ്മുടെ വ്യൂവിൽ നിന്ന് തന്നെയാണ്. അതായത് ഇപ്പം ഞാനിവിടെ ഈ പ്രൊഡക്റ്റിന്റെ URL ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ തന്നെ റെൻഡർ ചെയ്തിട്ടുള്ള ഈ എൻറ്റയർ വ്യൂവിൽ നിന്നാണ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ റിക്വസ്റ്റ് വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വ്യൂവിൽ നിന്നാണ്. ഇനിയല്ല, ഞാൻ പുതിയൊരു പേജ് ആമസോൺ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ, ഈ URL കൊടുക്കുകയാണെങ്കിൽ ഈ റിക്വസ്റ്റ് നമ്മുടെ വ്യൂവിൽ നിന്ന് അല്ല വരുന്നത്, ബ്രൗസറിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. ഓക്കെ, അതാണ് ഞാൻ ഈ രണ്ട് ഡിഫറൻസും കാണിക്കാൻ കാരണം. ഒന്ന് ബ്രൗസറിൽ നിന്ന് ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ റെൻഡർ ചെയ്തിട്ടുള്ള വ്യൂവിൽ നിന്ന് റിക്വസ്റ്റ് വരാം. ഇങ്ങനെ റിക്വസ്റ്റ് വരുവാണെങ്കിൽ അത് റിസീവ് ചെയ്യുന്നത് ബാക്ക് എൻഡിൽ കൺട്രോളർ എന്നുള്ള പാർട്ടാണ്. ഓക്കെ, കൺട്രോളറിന്റെ ഡ്യൂട്ടി ഇത്രേ ഉള്ളൂ, വരുന്ന റിക്വസ്റ്റ് കൺട്രോൾ ചെയ്യാം, വേറെ ഒന്നുമില്ല. വരുന്ന ഒരു റിക്വസ്റ്റ് വരുന്നു, അത് കൺട്രോൾ ചെയ്യുന്നു. എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? അത് റിക്വസ്റ്റ് വരുന്നത് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡാറ്റ നമ്മുടെ അടുത്തേക്ക് തരുന്നതായിരിക്കാം, അല്ലേ? അതായത് ഒരു റിക്വസ്റ്റ് നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്ത് തരുവാണ്. ഒന്നെങ്കിൽ നമ്മളത് പ്രോസസ് ചെയ്യുക, അതിന് നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുക. ഇനി അല്ല, ഒരു ഇൻഫർമേഷൻ നമ്മളോട് പറയുന്നയാൾ എന്തെങ്കിലും തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കുക. അങ്ങനെയല്ലേ പൊതുവെ ചെയ്യാം. അതാണ് കൺട്രോളർ ചെയ്യുന്നത്. ഒരു റിക്വസ്റ്റ് വന്നാൽ ആ റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്യാം. ഇത് ജസ്റ്റ് സേവ് ചെയ്ത് വെക്കാനാണെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. ഇനി അല്ല, റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ റെസ്പോൺസ് കൊടുക്കുക. ഓക്കെ, ഒരു അക്നോളജ്മെന്റ് കൊടുക്കുക. ആ രീതിയിൽ ഇപ്പൊ കൺട്രോളറാണ് എല്ലാ റിക്വസ്റ്റും റിസീവ് ചെയ്യുന്നത്. ആൻഡ് കൺട്രോളർ തീരുമാനിക്കും ഇനി എന്താ ചെയ്യേണ്ടതാണ്. സോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രൊഡക്റ്റിന്റെ ഡാറ്റ ഫെച്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണ് വരുന്നതെങ്കിൽ കൺട്രോളർ എന്ത് വെച്ചാൽ മോഡലിനോട് പറയും. മോഡലാണ്, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ടാകാം. സോ മോഡൽ എന്നുള്ള എൻറ്റിറ്റിയോട് പറയും, എനിക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്
പ്രൊഡക്റ്റിൻ്റെ ഡാറ്റ കാണാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. ഈ മോഡലാണ് എനിക്കിനി ഈ ഡാറ്റ ഫെച്ച് ചെയ്ത് തരേണ്ടത്. സോ മോഡൽ എന്ത് ചെയ്യുക വെച്ചാൽ മോഡലാണ് ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും ഡാറ്റാബേസിൽ നിന്നുള്ള ഡാറ്റ എന്താണെന്നുള്ളത് എടുത്തിട്ട് മോഡലിലേക്ക് വരും. മോഡല് ഈ കൺട്രോളറിന് നമ്മുടെ ആവശ്യമുള്ള ഡാറ്റ അല്ലെങ്കിൽ ബിസിനസ് ലോജിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് എന്താണോ ഡാറ്റ കൺട്രോളർ എക്സ്പെക്ട് ചെയ്യുന്നത് കൺട്രോളറിന് കൊടുക്കും. ഓക്കെ, കൺട്രോളറിന് ഈ ഡാറ്റ കിട്ടും, അതായത് പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടും. ഇനി കൺട്രോളർ എന്ത് ചെയ്യും, ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസർക്ക് കൊടുക്കണം അല്ലെ. അത് വ്യൂ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നമുക്ക് ഈ ഡാറ്റ എല്ലാം ഉണ്ട്, ഈ ഇമേജ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, ഈ ഹെഡിങ് ഉണ്ട്, ആൻഡ് ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ചുമ്മാ ടെക്സ്റ്റ് ഫോം ആയിട്ട് കൊടുത്താൽ യൂസറിന് മനസ്സിലാവില്ലായിരിക്കും. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ യൂസറിന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ യൂസറിന് മനസ്സിലാവുന്ന ഒരു വ്യൂ ഞാനിവിടെ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഇത് കൺട്രോളർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആരാണോ റിക്വസ്റ്റ് ചെയ്യുന്നത്, ബ്രൗസറിൽ നിന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബ്രൗസറിന് ഒരു വ്യൂ കൊടുക്കും. ഓക്കെ, പിന്നീടും ഇതേ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള വ്യൂവിൽ നിന്ന് ചിലപ്പം റിക്വസ്റ്റ് വരാം. അതായത് ഞാനിപ്പം ഈ വ്യൂ ആണ് കൊടുക്കുന്നത്, ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ടു കാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വ്യൂവിൽ നിന്നാണ് അടുത്ത റിക്വസ്റ്റ് വരുന്നത്. അപ്പോൾ ആ റിക്വസ്റ്റ് എന്ത് ചെയ്യും, സെർവറിലേക്ക് വരും. സെർവർ ഇൻ ദ സെൻസ് കൺട്രോളറിലേക്ക് വരും. കൺട്രോളർ ഈ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യും. ഇനി എന്തെങ്കിലും ഇൻവാലിഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ് കൺട്രോളറിലേക്ക് വരുന്നതെങ്കിൽ മോഡലിനെ വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം ആ റിക്വസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻവാലിഡ് ആണ്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ വ്യൂ ക്രിയേറ്റ് എറർ ആണെങ്കിൽ എററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് സേ യു റിക്വസ്റ്റ് ഇൻവാലിഡ് URL എന്ന് പറഞ്ഞിട്ട് ബ്രൗസറിന് കൊടുക്കും. സേ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ amazon/something wrong എന്തെങ്കിലും ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള URL കൊടുത്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലുക്കിംഗ് ഫോർ സംതിങ്, വി ആർ സോറി, ദ വെബ് പേജ് യു എൻറ്റേർഡ് ഇസ് നോട്ട് എ ഫംഗ്ഷണൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതൊരു ഇതിന്റെ വ്യൂ സോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു HTML പേജാണ് നമുക്ക് സെർവർ തരുന്നത്. അതായത് ഈ ഇൻവാലിഡ് ഡാറ്റയാണ് വരുന്നതെങ്കിൽ നമുക്ക് മോഡലിന് പോയിട്ട് മോഡലിൽ നിന്ന് ഫെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ കൺട്രോളർക്ക് എന്ത് ചെയ്യാം, കൺട്രോളർ മോഡലിനെ ഉപയോഗപ്പെടുത്താതെ തന്നെ ഡയറക്റ്റ് ഒരു എറർ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് എറർ പേജ് റിട്ടേൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ യൂസർക്ക് മനസ്സിലാവും ഞാൻ എന്തോ ഇൻവാലിഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ് കൊടുത്തത്, എന്നിട്ട് ആക്ച്വൽ റിക്വസ്റ്റ് ഒരു വാലിഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റും. സോ ഞാനിവിടെ ഇത് ഇൻവാലിഡ് URL ആണെന്ന് കണ്ടതിന് ശേഷം ഞാനത് തിരുത്തിയിട്ട് ആവശ്യമുള്ള URL കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് ഡാറ്റ കിട്ടും. അതേപോലെയാണ് മോഡലും വ്യൂവും കൺട്രോളറും വർക്ക് ചെയ്യുന്നത്. സോ ഈ പാറ്റേണിനെ, അതായത് മോഡലും വ്യൂവും കൺട്രോളറും യൂസ് ചെയ്യുന്ന ഈ പാറ്റേണിനെ നമ്മൾ MVC പാറ്റേൺ എന്നാണ് പറയുക. ഇതാണ് പൊതുവെ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. കാരണം മിക്കവാറും എല്ലാ വെബ് ആപ്ലിക്കേഷനിലും ഒരു വ്യൂ ഉണ്ടാവും. ആൻഡ് കൺട്രോളർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതായത് വരുന്ന റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് മോഡൽ ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ മിക്കവാറും MVC പാറ്റേൺ ആയിരിക്കും മിക്കവാറും എല്ലാ വെബ് ആപ്ലിക്കേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും.